ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിജിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാദിഷ്ടവും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഇലപ്പിടിയുടെ റെസിപ്പിയാണ്. നമ്മുടെ കൊഴക്കട്ടയുടെ ഏകദേശം ഒരു റെസിപ്പി തന്നെയാണിത്. എന്നാൽ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു 4 മണി പലഹാരമാണിത്. നമ്മളിത് വാഴയിലയിൽ നമ്മുടെ കൈപ്പിടി ഒന്ന് വെച്ച് ഒന്ന് പിടിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിന് ഇലപ്പിടി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ തന്നെ മതിയാവും, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ 1.5 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവി എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് ഈത്തപ്പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂനട്ടും ബദാമും ഒക്കെ എടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1.5 കപ്പ് ശർക്കര ഞാനിവിടെ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ പാത്രം എടുത്ത് അതിലേക്ക് ഈ അരിപ്പൊടി ഒന്ന് മാറ്റിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇളം ചൂടോട് കൂടിയിട്ടുള്ള ശർക്കര പാനി ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് ഒഴിക്കാൻ പാടില്ല. കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് കുഴച്ച് നോക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ മാത്രം ബാക്കി കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒന്നിച്ച് നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇത് വെള്ളം കൂടിപ്പോവും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിവിടെ ഇപ്പോൾ കുറച്ച് കട്ടയായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബാക്കി ഉള്ള ഉരുക്കിയ ശർക്കര കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ലോണം ഇത് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ചിരകി വാട്ടി വെച്ചിരിക്കുന്ന 1 കപ്പ് വരുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ശർക്കരയിൽ ഉപ്പുണ്ടെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന മുന്തിരിയും പിസ്തയും ഒക്കെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും ബദാമും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എനിക്കിപ്പോൾ പെട്ടെന്ന് അത് അവൈലബിൾ അല്ലായിരുന്നു, അതാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പഴം വേണം. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന മൈസൂർ പഴമൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. എനിക്കിവിടെ ഇപ്പോൾ മൈസൂർ പഴം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൂവൻ പഴമോ മൈസൂർ പഴമോ അതല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴമോ ഏതായാലും നിങ്ങൾക്ക് 2 എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് മാഷ് ചെയ്ത് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ഈ കൂട്ടിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പഴമൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പഴം തീർച്ചയായും ചേർക്കണം. ഇനി എല്ലാം കൂടെ നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം എല്ലാം കൂടി തന്നെ മിക്സായി വരണം. അതുകൊണ്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് തിരുമ്മി കുഴച്ച് കൊടുക്കാം. ഈ നെയ്യും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് മറ്റുള്ള എല്ലാം കൂടി തന്നെ നല്ലവണ്ണം മിക്സായി വരത്തക്കവണ്ണം നമുക്ക് ഒന്ന് കുഴച്ചെടുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് മാവാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് മാവ് മാത്രം ചേർത്തും ഇത് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷെ ചിലർക്ക് ഗോതമ്പ് മാവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടിയുടെ കൂടെ കുറച്ച് ഗോതമ്പ് മാവ് ഇട്ടത്. പക്ഷെ ഗോതമ്പ് മാവ് കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതിനും നല്ലൊരു ടേസ്റ്റാണ്. ഇനി എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. നമ്മൾ ഗോതമ്പ് മാവ് കൂടി ചേർത്താലാണ് ഇതിനൊന്ന് നല്ലൊരു കൺസിസ്റ്റൻസി വരുന്നത്, ഒന്ന് ഉറച്ച് കിട്ടുന്നത്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ അരിപ്പൊടിയുടെ കൂടെ തന്നെ ഗോതമ്പ് മാവ് ചേർത്തത്. ഇനി നമുക്ക് കുറച്ച് ഇല വേണം. ഞാൻ വാഴയില ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതേപോലെ വാഴയുടെ നാരും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുരുട്ടി എടുത്തിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാരും കൂടി ഇങ്ങനെ ചീകിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു ചെറിയ കഷ്ണം വാഴയില എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് വെച്ച് കൊടുക്കാം. ഒരു പിടിയുടെയൊക്കെ ഷേപ്പിൽ നമുക്കൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് നമുക്കൊന്ന് പിടി പോലെ ഒക്കെ ഒന്ന് കുറച്ച് കയ്യിലൊന്ന് പിടിച്ചെടുത്ത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ വാഴയില വെച്ചിട്ട് ഒന്ന് ഇത് റോൾ ചെയ്ത് കൊടുക്കാം. പുറത്തൊന്നും ആവാത്ത വണ്ണം നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ ഇതൊന്ന് നമുക്ക് റോൾ ചെയ്ത് കൊടുക്കണം.
ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ഒരു നാര് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളിത് വേവിച്ച് വരുമ്പോൾ ഇലയിൽ നിന്നും വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ ഇലയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കെട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാനിവിടെ നല്ലതുപോലെ ഇതൊന്ന് കെട്ടി ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒന്നാമത്തെ പിടിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളവയും കൂടി റെഡിയാക്കിയെടുക്കാം. നമ്മുടെ വാഴയില പിടിയെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ആവിയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കണം. അതിനായിട്ട് നിങ്ങൾക്കൊരു സ്റ്റീമർ എടുക്കാം. ഞാനിവിടെ ഈ അരിപ്പത്തട്ടിലേക്ക് ഓരോന്നായിട്ട് ഇത് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിടിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ മൊത്തം നല്ലോണം ആവിയൊക്കെ വരുന്നത് കാണാം. നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും തിരിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒന്നിത് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇത് നമ്മുടെ പിടിയെല്ലാം തന്നെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ചേർത്ത ഏലക്കയുടെയും ഈത്തപ്പഴത്തിൻ്റെയും അരിപ്പൊടിയുടെയും ശർക്കരയുടെയും ഒക്കെ കൂടി ചേർന്ന നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടവുമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇലപ്പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരം തന്നെയാണ് ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതുപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഈത്തപ്പഴമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാനിതൊന്ന് മുറിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ പിടി ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ട് ഈത്തപ്പഴവും തേങ്ങയും ഒക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വിഭവമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.